കേരളത്തിലെ മൂവാറ്റുപുഴ ഈരാറ്റുപേട്ട പ്രദേശങ്ങളെക്കുറിച്ച് പലപ്പോഴും പല ആരോപണങ്ങളും ഉയർത്തിയിട്ടുണ്ട്. അവിടെ കൂടുതലും ചില തീവ്ര വിശ്വാസത്തിൽപ്പെട്ടവരാണ് എന്ന തരത്തിലുള്ള ചർച്ചകളും ഉയർന്നിട്ടുണ്ട്. പലപ്പോഴും അവിടെ നിന്ന് പലതരത്തിലുള്ള കേസുകൾ കൂടുതൽ ഉണ്ടാവുകയും ആ കേസ് അവിടെ കൂടുതൽ എടുത്ത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് തർക്കം വരികയും അവസാനം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് തന്നെ ന്യായീകരണം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള അനുഭവങ്ങളുമുണ്ട്. മാത്രമല്ല ഒരു വലിയ മുദ്രാവാക്യം, കേരളത്തിനെ ഞെട്ടിച്ച ഒരു കുന്തിരിക്കവും എല്ലാം കരുതിക്കോളൂ, ഞങ്ങളിതാ കാലന്മാർ വരുന്നുണ്ടെന്നുള്ള മുദ്രാവാക്യം ഉയർന്നതും ഈ മൂവാറ്റുപുഴ പ്രദേശത്ത് നിന്നാണ്. എന്തായാലും ഞാൻ ഈ പ്രദേശത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. അതായത് നിങ്ങളുടെ മുന്നിൽ ഞാനൊരു വീഡിയോ കാണിക്കുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഈ വീഡിയോയിൽ കാണുന്നത് ഒരാൾ വടിവാളുമായിട്ട് നിൽക്കുന്നതാണ്. എന്നിട്ട് കുറെ ആൾക്കാരെ, കുറച്ച് ചെറുപ്പക്കാരുമായിട്ട് അയാൾ തർക്കിക്കുന്നതാണ്. വടിവാൾ കൊണ്ട് ഇങ്ങനെ ശാസിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തിനാണ് ഇയാൾ വടിവാൾ എടുത്തത്? എന്താണ് അയാളെ പ്രകോപിതനാക്കിയത്? ഇയാൾ എന്തിനാണ് ഈ വടിവാളും കൊണ്ട് നടക്കുന്നത്? ആ പ്രദേശത്തുള്ള ആൾക്കാർ മുഴുവൻ എപ്പോഴും വടിവാൾ അരയിൽ തിരുകിക്കൊണ്ട് നടക്കുന്നവരാണോ? ആ സംഭവം എന്നത് ഇന്നതാണ്. അവിടെ ഒരു കുട്ടികളുടെ ഒരു ഫുട്ബോൾ മത്സരം നടന്നു. ഈ ഫുട്ബോൾ മത്സരത്തിനിടയിൽ മകന് ചുവപ്പ് കാർഡ് കിട്ടി. ഈ പിതാവ് ഈ വടിവാളുമായിട്ട് നിൽക്കുന്നത് അവിടെ കളിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യന്റെ അച്ഛനാണ്. മകൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൾസ് കാണിച്ചിരുവായിട്ട് റഫറി അയാൾക്ക് ചുവപ്പ് കാർഡ് കാട്ടി അയാളെ പുറത്താക്കി. ഇതിൽ പ്രകോപിതനായി കളി കണ്ടുകൊണ്ടിരുന്ന അച്ഛൻ ചാടി ഇറങ്ങുകയും എല്ലാവരെയും വെട്ടി ശരിപ്പെടുത്തിക്കളയോ എന്ന് പറഞ്ഞ് വടിവാളുമായിട്ട് രംഗത്തിറങ്ങുകയും ചെയ്തതാണ് നമ്മൾ കണ്ടത്. അതാണ് ഈ വീഡിയോ. പ്രകോപിതനായ അച്ഛൻ്റെ വധഭീഷണിയാണ് നമ്മൾ കാണുന്നത്. മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നത്. അതുകൊണ്ടാണ് ഞാൻ മൂവാറ്റുപുഴ എന്ന പ്രദേശത്തെ ആദ്യമേ എടുത്തു പറഞ്ഞത്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കളിക്കിടെ കുട്ടികൾക്ക് മുന്നിലായിരുന്നു അച്ഛൻ്റെ പ്രകടനങ്ങൾ. മകനെ ചുവപ്പ് കാർഡ് കാണിച്ച് പുറത്താക്കിയതിൽ പ്രകോപിതനായ പിതാവ് വടിവാളുമായി ചോദിക്കാനെത്തുകയായിരുന്നു. കുട്ടികളുടെ പരാതിയിൽ മൂവാറ്റുപുഴ പ്ലാമൂട്ടിൽ ഹാരിസ് അമീർ 40 വയസ്സാണ് അയാൾക്കുള്ളത്. ഈ ഹാരിസ് അമീറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാറാടിയിലാണ് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ പങ്കെടുത്ത ഫുട്ബോൾ മത്സരം നടന്നത്. പൊതുവിൽ എവിടെയൊക്കെ ഫുട്ബോൾ മത്സരം നമ്മുടെ നാട്ടിലെല്ലാം നടക്കാറുണ്ട്. കളിക്കിടെ ഫൗൾ ചെയ്തതിന് ഹാരിസിന്റെ മകന് റെഡ് കാർഡ് നൽകി റഫറി പുറത്താക്കി. എന്നാൽ കുട്ടി കളിക്കളത്തിൽ നിന്ന് പുറത്തു പോകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കളിക്കാർ തമ്മിൽ കയ്യാങ്കളി ആരംഭിക്കുകയായിരുന്നു. പിന്നാലെ മകൻ തന്റെ വാപ്പായെ ഹാരിസിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. മൂവാറ്റുപുഴയിലെ മുതിർന്ന മുസ്ലിം ലീഗ് നേതാവിന്റെ മകനാണ് ഹാരിസ്. വടിവാളുമായി എത്തിയ ഇയാൾ കളി തടസ്സപ്പെടുത്തുകയും ഭീഷണി മുഴക്കുകയും ചെയ്തു. വടിവാൾ വീശി വധഭീഷണി മുഴക്കിയെന്നും സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് ആക്രമിക്കുകയും ചെയ്തു എന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് കുട്ടികൾ പരാതി നൽകിയതോടെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരികയും ചെയ്ത് നടപടി ആവശ്യപ്പെട്ട് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അവിടെ പൊതുവിൽ സാധാരണ ഇത്തരം കാര്യങ്ങളിൽ ഡിവൈഎഫ്ഐ കൂടെ നിൽക്കുന്നതാണ്. പക്ഷേ ഈ വാളെടുത്ത് വീശിയ ഹാരിസിന്റെ പിതാവ് ഒരു മുസ്ലിം ലീഗ് നേതാവായതുകൊണ്ട് ഡിവൈഎഫ്ഐ അതിനെതിരെ രംഗത്ത് വന്നു. ഇല്ലെങ്കിൽ ഡിവൈഎഫ്ഐ ന്യായീകരിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വന്നേനെ. വേണ്ടി വന്നാൽ ഈ വടിവാളെടുത്ത ആളിന് പിന്തുണയുമായി തന്നെ ഡിവൈഎഫ്ഐ വന്നേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും അത്തരം കാര്യങ്ങളിട്ട് പോകുന്നില്ല. ഞാൻ വെറുതെ എന്തിന് അത്തരം കാര്യങ്ങൾ പറയുന്നു എന്നാണ്. എന്തായാലും നമ്മൾ കാണുക, നമ്മുടെ നാട്ടിലെ കുട്ടികൾ തമ്മിലൊരു മത്സരം നടക്കുകയും ആ മത്സരത്തിൽ കുട്ടികൾ തമ്മിലുള്ള മത്സരത്തിന്റെ ഭാഗമായിട്ട് അവിടെ റഫറിക്ക് ചില തീരുമാനങ്ങൾ എടുക്കും. അത് കുട്ടികളല്ല, എവിടെയായിരുന്നാൽ വലിയ മുതിർന്നവരായിരുന്നാൽ പോലും റഫറിക്ക് ചില തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനം എടുത്ത കുട്ടി ഇവിടെ നിന്നും റെഡ് കാർഡ് കാണിച്ചപ്പോൾ ഇറങ്ങി പോകാതെ നിന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകാം അവന്റെ രീതി എന്താണെന്ന്. കാരണം നമുക്ക് മനസ്സിലായല്ലോ. കാരണം ഈ വടിവാളുമായിട്ട് വാപ്പ എത്തിയെങ്കിൽ
ഈ കുട്ടിയുടെ സ്വഭാവം എന്തായിരിക്കും നമുക്ക് മനസ്സിലാവുന്നതാണ്. കാരണം പണ്ട് അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അതായത് സ്കൂളിൽ ജനലിൽ കൂടി നിന്ന് മൂത്രമൊഴിക്കുന്ന കുട്ടി പിന്നെ പലപ്പോഴും അധ്യാപകൻ വിലക്കിയിട്ട് ഇവൻ അനുസരിക്കുന്നില്ല. ഇവൻ നേരെ പിന്നെ ഈ ജനലിൽ നിന്നുകൊണ്ട് എപ്പോഴും മൂത്രമൊഴിക്കുന്ന ശീലം അയാൾ നടത്തിക്കൊണ്ടിരുന്നു. അവസാനം പരാതി പറയാൻ വേണ്ടി വീട്ടിൽ ചെന്ന് പിതാവിനോട് പരാതി പറയാമെന്ന് വിചാരിച്ച് പിന്നെ അധ്യാപകൻ വീട്ടിൽ ചെന്നപ്പോൾ ഈ പിതാവ് മുറ്റത്ത് നിന്ന് മൂത്രമൊഴിക്കുന്നതാണ് കണ്ടത്. അതുപോലെയാണ് ഇത് എന്ന് സംഭവിക്കുക. എന്തായാലും നമ്മൾ കാണുന്നത് ഈ കേരളത്തിൽ ഇതെല്ലാം നടക്കും എന്ന അവസ്ഥയിലേക്കാണ്. കാരണം മകനെ കളിയിൽ നിന്നും പുറത്താക്കിയാൽ അച്ഛൻ വടിവാളുമായി വരും. മൂവാറ്റുപുഴ, ഈരാറ്റുപേട്ട വ്യത്യസ്തം തന്നെ.